ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ മുമ്പ് CPM-ന്റെ 4 ലോക്സഭാ അംഗങ്ങളെ എടുത്താൽ കെ രാധാകൃഷ്ണൻ ഒഴികെ 3 പേരും കോൺഗ്രസ് അടങ്ങുന്ന മുന്നണിയുടെ ഭാഗമായി നിന്ന് ജയിച്ചവരാണ്. 2 തമിഴ്നാട്ടിലും 1 രാജസ്ഥാനിലെ സിക്കറിലും. വാളയാർ അതിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസും CPM-ഉം സഹോദര പാർട്ടികളാണ്. പക്ഷേ ഇപ്പോൾ CPM-ന്റെ ദേശീയ തലത്തിലെ നിലപാടും പഴയതുപോലെയുള്ള ഒരു ആൻറ്റി കോൺഗ്രസ് നിലപാടാണ്. പക്ഷേ പല സംസ്ഥാന ഘടകങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് താനും. നാഷണൽ ബൂർഷ്വാസിയോടുള്ള സമീപനം എന്ത് എന്ന വിഷയത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് പോലും. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും കേരള ഘടകത്തിൻ്റെ കോൺഗ്രസ് വിരുദ്ധത CPM-ന്റെ ആകെ ഇന്ത്യയിലെ ദേശീയ നിലപാടായി വരികയാണോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നോടാണ് ചോദ്യം. NM പിയേഴ്സൺ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആണോ? ഇപ്പൊ കേൾക്കാം. ചോദ്യം കേട്ടിരുന്നോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ആ ചോദ്യം ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചാൽ നന്നായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ ദേശീയ നിലപാട് കേരളത്തിലെ പാർട്ടിയുടെ കോൺഗ്രസ് വിരുദ്ധതയായി മാറുക എന്ന നിലയിലേക്ക് വന്നോ എന്നുള്ളതാണ് ചോദ്യം. അത് അങ്ങനെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം കേരളത്തിലെ പാർട്ടി അല്ലാതെ മറ്റിടങ്ങളിലൊന്നും തന്നെ CPM-ന്റെ നയങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ അംഗബലമോ അതേപോലെ തന്നെ നേതൃത്വബലമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് എടുക്കേണ്ടത്? ആ നിലപാട് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പൊതു നിലപാടായിട്ട് മാറുന്ന സാഹചര്യമാണ് വന്നത്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യ ശത്രു ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കോൺഗ്രസ് എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു നിലപാട് പൊതുവെ CPM-ന്റെ ദേശീയ നിലപാടായിട്ട് വരുന്നത്. നാഷണൽ ക്വസ്റ്റ്യനൊന്നും ഇപ്പോൾ നാഷണൽ ക്വസ്റ്റ്യനോ ഇൻ്റർനാഷണൽ ക്വസ്റ്റ്യനോ ഇപ്പോൾ CPM-ന്റെ മുന്നിലില്ല. ഇപ്പോൾ ഉള്ളത് കേരള ക്വസ്റ്റ്യനാണ്. ആ കേരള ക്വസ്റ്റ്യൻ മുന്നോട്ട് വരുന്ന സമയത്താണ് കേരളത്തിലെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രേഖയോ നയസമീപനമോ എടുക്കുന്നതിനായിട്ട് എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ നേതൃത്വം തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. കാരണം അതിൻ്റെ സ്വാധീനം വല്ലാത്ത രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയമല്ല പ്രധാനപ്പെട്ടത്, കേരളത്തിലെ രാഷ്ട്രീയം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. അത് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പാണ് പ്രധാനപ്പെട്ടത്. നിലനിൽപ്പ് കേരളത്തിലാണ്. കേരളത്തിൽ കോൺഗ്രസുമായിട്ട് ഒരിക്കലും സഖ്യത്തിലെത്താനായിട്ട് CPM-ന് കഴിയില്ല. അങ്ങനെ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ മുഖ്യശത്രു എന്ന നിലയ്ക്ക് പ്രചരണം വരികയും പ്രവർത്തനം വരികയും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ദേശീയ രാഷ്ട്രീയം തൽക്കാലം CPM-ന്റെ മുന്നിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് BJP-യോടുള്ള നയസമീപനം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവുകയും BJP ഫാസിസ്റ്റ് അല്ല എന്ന പ്രഖ്യാപനം വരികയും ചെയ്യുന്നത്. ഒരു പാർട്ടി ഫാസിസ്റ്റായി തീരുന്നത് ഫാസിസ്റ്റ് സർക്കാർ നിരന്തരമായി ചെയ്യുന്നത് പോലെയുള്ള ഫിസിക്കലായ ഭൗതികമായിട്ടുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളും നടത്തുന്നതിൻ്റെ പേരിൽ മാത്രമല്ല, അത് ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവനും അട്ടിമറിച്ച് അതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഫാസിസ്റ്റ് സർക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. ഫാസിസത്തിൻ്റെ വരവാണ് നമ്മളവിടെ കാണേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ വരെ യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു യൂണിറ്റാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രിയുടെ ഒരു പ്രതിനിധി, അത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെ അവിടെ വെറുതെ നോക്കുകുത്തിയാക്കി മാറ്റി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് BJP-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലമായിട്ട് മാറ്റി തീർത്തു. അത് ഫാസിസ്റ്റ് അല്ലാതെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അധികം ഇക്കാര്യത്തിൽ സംസാരിക്കുന്നില്ല. ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവനും അട്ടിമറിക്കുന്ന ആ സർക്കാരിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ താത്വിക വിശകലനത്തിൽ അത് ഫാസിസ്റ്റ് തന്നെയാണ്. അവിടെ എന്തിനാണ് തർക്കം? ആ തർക്കം വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ വരുന്നതായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ നയസമീപനവുമായിട്ട് യോജിച്ചു പോകുന്നതാണ്. അത് കോൺഗ്രസ് വിരുദ്ധതയാണ്. കോൺഗ്രസിനെ എതിർക്കുന്ന കാര്യത്തിൽ മുന്നിൽ വെക്കുന്നതായിട്ടുള്ള ഒരു പ്രമേയമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്.